ഹലോ ഗായ്സ്, ഞാനും അച്ഛനും കൂടി ഒരു കല്യാണത്തിന് പോവാണ്. എൻ്റെ കൂട്ടുകാരൻ്റെ കല്യാണത്തിനാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയേ ഉള്ളൂ. പരവൂര് വെച്ചിട്ടാണ് കല്യാണം. അപ്പം അവിടെ ചെന്നിട്ട് ഫ്രണ്ട്സിനെ എല്ലാം കാണിക്കാട്ടോ. തലേന്ന് ഉറക്കത്തിൽ വരെ ടെൻഷനുള്ളൊരു കാര്യമായിരുന്നു എൻ്റെ ഈ ഡ്രസ്സ് എനിക്ക് സെറ്റ് ആവുമോ എന്നുള്ളത്. പക്ഷേ എല്ലാം ഒന്ന് അറേഞ്ച്മെൻറ്റ് ചെയ്തപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. റെഡ് പോരാത്തതിന് എൻ്റെ കുറച്ച് പണ്ടത്തെ ഫേവറേറ്റ് കളറും കൂടിയാണ്. എന്നെ വെയിറ്റ് ചെയ്ത് രണ്ടുപേര് തിരുമുക്കി നിന്നു. ലാസ്റ്റ് അവർ കുഴഞ്ഞപ്പോൾ കിട്ടിയ ബസ്സിൽ കയറി ഓഡിറ്റോറിയത്തിലെത്തി. അതാണ് ആമിനെ ഈ കുണുകുണ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഹരിതക്കുട്ടിയും ആതിരക്കുട്ടിയും ആര്യക്കുട്ടിയും എല്ലാവരും ഉണ്ട്. ബാക്കിയുള്ള ടീമുകളൊക്കെ പുറകെ വരുന്നുണ്ട്. അങ്ങനെ അബിയെ ഞങ്ങൾ കണ്ടു. അവനിപ്പോഴും ഒരു മാറ്റമില്ല, അവൻ ആ പഴയ അബി തന്നെയാണ്. അങ്ങനെ എന്തായാലും കുറച്ച് നാൾ കൂടി ഫ്രണ്ട്സിനെ എല്ലാം കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം. ഞങ്ങൾ ആ +2 കാലം വീണ്ടും ഓർത്തെടുത്തു. അങ്ങനെ അബി ഇവിടെ തുടങ്ങുകയാണ്. അബിയും സെൽമയായിട്ടുള്ള ജീവിതം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ ആമിനയുടെ മോനും നന്നായിട്ട് വിശക്കുന്നു എന്ന് പറഞ്ഞത്. പിന്നെ ഒന്നും ഓർത്തില്ല, ഞങ്ങൾ സദ്യക്കിൽ ഓടിക്കേറിയിരിക്കുകയാണ്. ഇടികൂടി കയറിയെന്ന് വേണം പറയാൻ. അവിടെ ചെന്നപ്പോഴത്തേക്ക് പപ്പടത്തിനാകെ അടി. കൊല്ലംകാർ പപ്പടത്തിന് അടികൂടി എന്ന നാണക്കേട് ഒഴിവാക്കാൻ വേണ്ടി ആമിനയുടെ മോന് വീണ്ടും എൻ്റെ പപ്പടം കൊടുത്തിരിക്കുകയാണ്. അത് ഞാൻ അങ്ങനെ ചെയ്യാത്തതാണ്. പായസത്തിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കാനാണ് ഇഷ്ടം. പിന്നെ കുഞ്ഞല്ലേ, ഞാൻ കൊടുത്തു. പിന്നെ ശർക്കര ഉരുട്ടി, ഇതെൻ്റെ ഫേവറേറ്റ് സാധനമാണ്. കുറേ നാൾ കൂടിയാണ് കേട്ടോ ഞാൻ കല്യാണ സദ്യ കഴിക്കുന്നത്. അതെനിക്കൊരു പ്രത്യേക രുചിയാണ്. പണ്ട് ഫുൾ ടൈം കല്യാണങ്ങൾക്കെല്ലാം പോകുമായിരുന്നു. അങ്ങനെ ഇതാണ് ഞങ്ങളെല്ലാവരും കൂടി അബിക്കും സെൽമയ്ക്കും വേണ്ടി ചെയ്തിരിക്കുന്ന ഗിഫ്റ്റ്. വേറെ ഒന്നും നോക്കിയില്ല, ഒരു മുട്ടൻ ഗിഫ്റ്റ് തന്നെ ആയിക്കോട്ടെ എന്ന് വെച്ചു. പ്രത്യേകിച്ച് അവരുടെ ഈ ഫോട്ടോ ഒത്തിരി സ്പെഷ്യലാണ്, നല്ല ബ്യൂട്ടി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് തന്നെ ചെയ്ത് കൊടുക്കാമെന്ന് വെച്ചു. അങ്ങനെ അവനും അത് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തു. ഇനി അടുത്ത ആരുടെ കല്യാണം എന്നാണ് അവിടെ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് മീറ്റപ്പ് ചെയ്യണം എന്നാണ് പറയുന്നത്. അങ്ങനെ എന്തായാലും ആമിനയ്ക്ക് റെസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് അവൾ ആ വഴിക്കൊക്കെ പോവുകയാണ്. അങ്ങനെ അച്ഛനെ കൊണ്ട് എന്തായാലും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങളിതാ ഇറങ്ങുകയാണ്. ആമിനെയും ആദിനെയും കൂടി എൻ്റെ കൂടെ വന്നു. അങ്ങനെ അവരെ ഞാൻ ചാത്തന്നൂർ ഇറക്കുകയും ചെയ്തു. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ കല്യാണ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.